ഓക്കെ, MCA, ഇനിയിപ്പോൾ ചർച്ച നടക്കാനുള്ള സാധ്യതയെ നമ്മൾ എങ്ങനെ കാണേണ്ടി വരും? കാരണം അമേരിക്കയിൽ നിന്ന് സ്റ്റീവ് വിറ്റ്കോഫും ജാരേദ് കുഷ്ണറും നേരെ ഇസ്ലാമാബാദിലേക്ക് എത്താൻ പോകുന്നു. ഇറാൻ ആണെങ്കിൽ അങ്ങോട്ട് പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന് പറയുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഒരു വശത്ത് ഈ ചർച്ച നടക്കാനായിട്ട്. അപ്പോഴും അമേരിക്കയുടെ നിലപാടിൽ വലിയ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അതിലേക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചർച്ച നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോഴും വിദൂരമാണ്. മഹേഷ്, തീർച്ചയായിട്ടും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ, ഈ 4 രാജ്യങ്ങളാണ് അമേരിക്കക്കും ഇറാനും ഇടയിലുള്ള ഒരു മധ്യസ്ഥ നീക്കങ്ങൾക്ക് വേണ്ടി പിന്നിട്ട ദിവസങ്ങളിലൊക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 4 രാജ്യങ്ങളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇതൊക്കെ പുറമേക്ക് ഇത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ചർച്ച നടക്കും. ആ ചർച്ചയിലൂടെ ഒരു ഫോർമുല, ഒരു കരാറിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇറാനുമേൽ ഈ രാജ്യങ്ങൾ, കാരണം ഇറാനുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ് ഈ 4 രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ ചിലപ്പോൾ ഇറാൻ നിലപാട് മാറ്റുമോ എന്നത് മാത്രമാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇറാനെതിരെ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അത് കൂടുതൽ കർക്കശമാക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. കാരണം അല്പം മുമ്പ് ഇറാന്റെ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അന്തർദേശീയ സമുദ്ര മേഖലയിലേക്ക് കൂടി തങ്ങളുടെ ഈ നാവിക ഉപരോധം വിപുലീകരിക്കുമെന്നും അങ്ങനെ വരികയാണെങ്കിൽ ഇറാന്റെ പല കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്നും നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് കൂടുതൽ സംഘർഷം വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് നാവിക ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തങ്ങളുടെ ഉപാധി അംഗീകരിച്ചു എന്ന നിലയ്ക്ക് ഇറാൻ ഇസ്ലാമാബാദിലേക്ക് ചർച്ചയ്ക്ക് വരും. ഈ രാത്രിയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് ഈ ഉപരോധ നീക്കങ്ങളിൽ നിന്ന് അമേരിക്കയെ പിന്മാറ്റാൻ, അല്ലെങ്കിൽ അത്തരം ചർച്ചകളാണ് തുടരുന്നതെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അമേരിക്ക സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റന്നാൾ ഇസ്ലാമാബാദിൽ ആ ചർച്ച നടക്കും. പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പോഴും വലിയ വിലങ്ങുതൊടിയായി തന്നെ നിൽക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ സമ്പൂർണ്ണ അധികാരം തങ്ങൾക്ക് തന്നെ വേണമെന്ന കാര്യത്തിൽ ഇറാൻ കടുത്ത നിലപാടിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും ഇറാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ഏറ്റവും അവസാനമായിട്ട് ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പരമാധികാരം, തങ്ങളുടെ താല്പര്യം, തങ്ങളുടെ ജനതയുടെ താല്പര്യം, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് മാത്രമുള്ള നിലപാട് മാത്രമായിരിക്കും ഏത് ചർച്ചയിലും ഉണ്ടാവുക. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ആർക്കെങ്കിലും മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഏറ്റവും അവസാനവും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ചർച്ച നടക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചർച്ച നടന്നാൽ തന്നെ ഒരു കരാറിലെത്താനുള്ള സാധ്യത കൂടുതൽ വിദൂരമായി മാറുന്ന ഒരു അവസ്ഥയാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമം എന്ന് പറയുന്നത് ഈ ചർച്ചയിലേക്ക് 2 രാജ്യങ്ങളെയും കൊണ്ടുവരിക, ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തേക്കും 2 പേരെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ പോലും അവിടെ വന്നിരുന്നാൽ പോലും ചർച്ച തുടങ്ങിയാൽ പോലും ഒരുപക്ഷെ തീർത്താൽ തീരാത്തത്ര വലിയ പ്രശ്നങ്ങൾ, വലിയ ഉപാധികൾ 2 ഭാഗത്തു നിന്നുകൂടിയുണ്ട്. അതെങ്ങനെ ഒരു പക്ഷേ ഒരു ദീർഘനാളത്തേക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും വെടിനിർത്തൽ നീട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വരും. 1, 2 അതിൽ കൂടുതലോ ഒരു പക്ഷേ ഇരുന്നാൽ പോലും ഈ പ്രശ്നത്തിനൊരു അറുതി ഉണ്ടാകാനുള്ള സാധ്യത അതിവിദൂരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞു വെക്കുകയാണ് ദേശീയ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത ഒരു ഉപാധിയും സ്വീകാര്യമല്ല എന്നുള്ളത് ഇറാൻ പറയുന്നു. അതിനർത്ഥം ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ചിട്ടുള്ള അമേരിക്കയുടെ നിലപാടുകൾ പാടെ തള്ളുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെ വേണ്ട എന്നുള്ള നിലപാടെടുക്കുകയാണ്. അപ്പോൾ ഇറാന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് അവർ പുറകോട്ട് പോകും എന്ന് ഈ സമയത്ത് നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ഈ ചർച്ചയുടെ സാധ്യതകൾ, ചർച്ച തുടങ്ങിയാൽ അത് ഏതെങ്കിലും തരത്തിൽ കരാറിലേക്ക് എത്താനുള്ള സാധ്യതകളും വളരെ വിദൂരമായി തന്നെ തുടരുകയാണ്.